ഹലോ ഓൾ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു പരീക്ഷണം നടത്താൻ പോവാണ്. ഇത് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ അപരനാണ് കേട്ടോ. എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉത്സവപ്പറമ്പിലൊക്കെ ഗ്രീൻ പീസിന് പകരമൊക്കെ വേവിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു അബദ്ധം പറ്റി വാങ്ങിച്ചതാണ്. ഗ്രീൻ പീസിനേക്കാളും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കടക്കാരൻ പറ്റിച്ച് എനിക്ക് തന്നതായിരുന്നു കേട്ടോ. കറി വെക്കാനൊന്നും കൊള്ളൂല. എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കറി വെച്ചിട്ടൊന്നും. അപ്പോൾ നമുക്കിത് വറുക്കാം എന്നൊരു തീരുമാനത്തിൽ കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. വീഡിയോസൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, പൊട്ടിത്തെറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ആദ്യം തന്നെ അതൊക്കെ തുടച്ച് മാറ്റി, അതിലുള്ള വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ടാണ് എണ്ണയിലോട്ട് ഇട്ടത്. അതുപോലെ തന്നെ എണ്ണയിലോട്ട് ഇട്ട ശേഷമോ വാളും പരിചയമൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ അടപ്പം പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം പിടിച്ചു നിന്നിട്ടും അതിൻ്റെ പൊട്ടലും ചീറ്റലൊന്നും കേൾക്കാണ്ടായപ്പോൾ എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് അങ്ങ് കൂടിപ്പോയോ എന്നൊരു സംശയമില്ലാതില്ല കേട്ടോ. അപ്പം ഞാൻ ഈ അടപ്പൊക്കെ താഴെ വെച്ചിട്ട് പിന്നെ അളക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും മനസ്സിനുള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ. ആ പേടിയുടെ പുറത്ത് വീണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, എടാ ഇത് ശരിക്കും പൊട്ടുവടാ, ഞാനും ഞെട്ടി കടലയും ഞെട്ടി എന്ന് പറഞ്ഞ പോലെയായി അവസ്ഥ. ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ കഴിഞ്ഞതാണെങ്കിലും സംഭവം കിടുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ കറി വെച്ച് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ ഉണ്ടാക്കി നോക്കിയതാണ്. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഇതുപോലെ കടല വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഗ്രീൻ പീസിന്റെ അത്രയ്ക്കങ്ങ് അടിപൊളി ടേസ്റ്റ് ഒന്നും കിട്ടില്ല, എന്നാലും കഴിക്കാൻ പറ്റുന്നൊരു പരിവായിട്ടുണ്ട്. കുറച്ച് ഉപ്പും പറ്റുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിച്ചാൽ നൈസായിരിക്കും. അപ്പോൾ ഈ വീഡിയോയും കടലിലേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ. അതുപോലെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.